ഇതുപോലത്തെ ടൂർണമെന്റ്സിലും വേറെ ഗെയിമിലും ഒക്കെ പെർഫോം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം പറയാതിരിക്കാൻ വയ്യ. കൺസിസ്റ്റന്റ് പെർഫോമൻസ് ഫ്രം മന്ദാരം. ഇവിടെ നോക്കുകയാണെങ്കിൽ ടീം ഡെഞ്ചാർ സോണിലേക്ക് കടക്കാനുള്ള ശ്രമം, അവർ കുറച്ച് സോൺ ഔട്ട് റൊട്ടേഷൻ ആണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ ടീം ഡെഞ്ചാറിന്റെ തൊട്ടടുത്ത് ഓജി ആ ഫൈറ്റും ഡെഞ്ചാർ എടുക്കാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഓ വിപ്സി ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ വിപ്സി അവിടെ ഒരു നോക്കിട്ടു, അത് ട്രിക്കി ഫിനിഷ് ചെയ്തു. ഡെഞ്ചാർ 7ാമത്തെ കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. തൊട്ടിലൊക്കെ ടീമുണ്ട്, അവർ ആ ഫൈറ്റും കമ്മിറ്റ് ചെയ്യാണ്. ഡെഞ്ചാറില് വിപ്സിയെ അവിടെ ഓജിയിൽ ഒരാൾ അടിച്ചിട്ടുണ്ട്. ഒരു നോക്ക് അവിടെ വീണു. ടീമിന്റെ കീ പ്ലെയർ ആയ വിപ്സിയെ അവിടെ നോക്കാക്കിയിട്ടു. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. അവർ ബാക്ക് ഓഫ് ആവുകയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വിപ്സിയെ വിട്ടിട്ട് അവർക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആണോ എന്ന് അറിഞ്ഞുകൂടാ. അവിടെ വിപ്സിയെ ഫിനിഷ് ചെയ്യുന്നു. ടീം ഡെഞ്ചാറിന് ഒരു പ്ലെയർ നഷ്ടമാവുന്നു. 7 കിൽസ് എടുത്ത് നല്ലൊരു സ്റ്റാർട്ടായിട്ട് തുടങ്ങിയൊരു അതൊരു മണ്ടത്തരമായി പോയി ഓജി ചെയ്തതെന്ന് പറഞ്ഞ ഓജി ട്രിക്കി കൂടെ അവിടെ അടുത്ത നോക്കിടുന്നു ഓജിയിലെ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 2 vs 3 സിറ്റുവേഷൻ. ഫ്ലഫി ഒരു സ്നൈപ്പർ വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു കില്ല് കിട്ടാൻ വേണ്ടിയിട്ട്. ഫ്ലഫി അവിടെ ഒരു നോക്കിട്ട് കൊടുത്താൽ അതൊരു വലിയ ഇമ്പാക്ട് ആണ്. ട്രിക്കിയുടെ സൈഡിൽ നിന്ന് ഒരു നല്ല നെയ്ഡ്, ആ നെയ്ഡിന് മാക്സിമം ഡാമേജ് കൊടുത്തിട്ടുണ്ട്. റിബൽ അവിടെ പുഷ് ചെയ്യണോ അത് ബാക്ക്. ട്രിക്കി ഗോഡ് 2 നോക്ക്, അടുത്തൊരു നോക്ക്, ഒരു നോക്ക് ഫിനിഷിംഗ് ചെയ്തു, അടുത്തൊരു നോക്ക് കിട്ടും. ഓജിയിലെ ലാസ്റ്റ് മാത്രം ബാക്കി. അവർക്കത് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യും. ജർമ്മൻ കണ്ണാപ്പി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ജർമ്മൻ കണ്ണാപ്പി അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. ജർമ്മൻ കണ്ണാപ്പിയാണ് ടീം വള്ളി സ്ക്വാഡിന് വേണ്ടിയിട്ട് ഒരു കില്ല് എടുത്തിരിക്കുന്നത്. തിരുമ്പി വന്നിട്ടേന്ന് ചൊല്ലടാന്ന് പറഞ്ഞത് ജർമ്മൻ കണ്ണാപ്പി. DX vs TPA ഇവിടെ നടക്കുന്നുണ്ട്. ഒരു കുറെ എടുത്ത് സിറ്റുവേഷൻ ഫൈറ്റ് നടക്കുന്നു. TPA അവിടെ DXന്റെ ഒരു പ്ലെയറിനെ കൂടി ഫിനിഷ് ചെയ്യുന്നു. പക്ഷെ ഡെഞ്ചാറിന് ആ ഒരു കില്ലും കൂടി ഫിനിഷ് ചെയ്യാനുള്ള ടൈം അവിടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് മാൻ ആയിരുന്നു. അവർ 3 പേരുണ്ടായിരുന്നു, ഒരാൾ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അവരെന്ന് വിചാരിച്ച ഒരു കില്ലും കൂടെ അവിടെ ഈസി ആയിട്ട് സെക്യൂർ ആയിരുന്നു. ബട്ട് ടോൺ ഡാമേജ് നല്ലതുപോലെ ഉള്ളതുകൊണ്ട്, അവർക്ക് പൊസിഷനിൽ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് അവർ ആ കില്ലിന്റെ അതിനേക്കാളും പ്രയോറിറ്റി കൊടുത്തത് സോണിലേക്ക് കയറുന്നതിനാണ്. ഇവിടെ TPA നല്ല രീതിയിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നു. അവര് ഒരു ഫ്ലഫി, ഞാൻ പറഞ്ഞു തീർത്തതേ ഉള്ളൂ. ഫ്ലഫി ആ കില്ല് എടുത്തു. ഡെഞ്ചാർ 10 കില്ല് സെക്യൂർ ചെയ്ത് നല്ലൊരു ഷോട്ട് പോയി. ഡൈനാമിക്സസ് ഇൻസ്റ്റന്റ് ആയിട്ട് അവിടെ ഡൈനാമിക്സസ് ഫിനിഷിംഗ് ചെയ്ത് കളയുന്നു. KVPയുടെ ഒരു പ്ലെയറിനെ 2 പ്ലേയേഴ്സും അവിടെ KVPയുടെ ഒരു പ്ലെയറിനെ ഓക്കെ ഇനി അവർ 2 പേര് മാത്രമേ KVPയിൽ ബാക്കിയുള്ളൂ. അല്ല, KVPയിൽ 3 പ്ലേയേഴ്സ് ബാക്കിയുണ്ട്. ഒരു പ്ലെയറിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു. ആൻഡ് ദ സ്ക്വാഡിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി മന്ദാരം മാത്രം ബാക്കി. പക്ഷേ മന്ദാരത്തിന് സോണിനകത്തോട്ട് കയറിയേ പറ്റത്തുള്ളൂ. നല്ല ഡാമേജ് അടിക്കുന്നുണ്ട്. മന്ദാരം മാത്രമാണ് ദ സ്ക്വാഡിന് വേണ്ടി ബാക്കിയുള്ളത്. ഒരു ബാൻഡേജ് അടിക്കാൻ ട്രൈ ചെയ്യുന്നു. മന്ദാരം കഷ്ടിച്ച് സോണിനകത്ത് കയറിയിട്ടുണ്ട്. മന്ദാരം അവിടുന്ന് ഒരു മെഡ് കിറ്റ് യൂസ് ചെയ്യുന്നു. റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, CM അവിടെ CMൽ 2 പേര് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ പോലും CM അവിടുന്ന് ബാക്ക് വലിഞ്ഞ് കളിച്ച് നല്ലൊരു പൊസിഷനിലെത്തി. DXൽ ഒരു കില്ലോടെ സെക്യൂർ ചെയ്യുന്നു. CMനെ സ്പോട്ട് ചെയ്തു. TMGയിലെ ഡെത്ത് എക്സിലെ ഒരു പ്ലെയർ മാത്രം ബാക്കി. അവിടെ ഒരു നല്ലൊരു ഫ്ലാഷ് ആയിട്ടില്ല. പക്ഷേ ഫിനിഷ് ചെയ്ത് കളയുന്നു. CM സെക്യൂറിംഗ് 2 more kills. നല്ലൊരു പെർഫോമൻസ് ഫ്രം എല്ലാ ടീമിന്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കണ്ണാപ്പി ഒരു കില്ലെടുത്തത്. ഇത് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ തരേണ്ടതാണ്. അത് PC ചെക്കിനുള്ള ഒരു ടൈം വേണം നമുക്ക്. കണ്ണാപ്പി അവിടെ ഒരു കില്ല് സെക്യൂർ ചെയ്തു. അതിനെന്തായാലും നമുക്കൊരു PC ചെക്ക് വിളിച്ചേ പറ്റത്തുള്ളൂ. കാരണം ഒരു കാസ്റ്റർ എന്നുള്ള രീതിയിൽ എന്നോട് ടീം പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആരെ സക്സസ് തോന്നുന്നു അവരെ നമുക്ക് ഓരോ മാച്ച് കഴിയുമ്പോൾ നമുക്ക് PC ചെക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇത് ഞാൻ റിപ്പോർട്ട് ചെയ്യും. ഒരു കില്ല് എങ്ങനെ കണ്ണാപ്പി സെക്യൂർ ചെയ്യുന്നുള്ള കാര്യത്തിൽ എനിക്ക് അത്ഭുതമുണ്ട്. നമ്മുടെ ഫയർ ഫ്ലാങ്ക് വള്ളി ടീമിലെ ഫയർ ഫ്ലാങ്ക് അവിടെ നോക്കിടുന്നു. ആ കില്ല് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നോക്ക് മാത്രമാണ്. സോ വള്ളി ടീം 11 ടീമും 39 പ്ലേയേഴ്സും ബാക്കി. 11 ടീമും 39 പ്ലേയേഴ്സും ബാക്കി. ദ സ്ക്വാഡ് എലിമിനേറ്റഡ് ആയിട്ടുണ്ട്. ദ സ്ക്വാഡ് കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ആയി. GG, വെൽ പ്ലേഡ് ബ്രോ. നന്നായിട്ട് കളിച്ചു നിങ്ങൾ. ഇനിയും മാച്ചസ് ഉണ്ട്, വിഷമിക്കേണ്ട. ഇന്ന് തന്നെ നമുക്ക് 3 മാച്ച് ബാക്കിയുണ്ട്. ടോപ്പ് 8ൽ നിൽക്കുക എന്നുള്ളൊരു ടാർഗറ്റ് ആണ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. CM അവിടെ ഒരു ബസ് നോക്കിട്ടു. CMനെ VNV അവിടെ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു നെയ്ഡ് കുക്ക് ചെയ്യുന്നു. ആ നെയ്ഡിൽ നമുക്കറിയാം
ഒരു നേട് കുക്ക് ചെയ്യുന്നു. നേടില് രണ്ടാമത്തെ പിക്ക് കിട്ടുന്നു. CM ഒരു പ്ലെയർ കുറച്ച് അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് കയറിപ്പോയി. ആൻഡ് BNB രണ്ടാമത്തെ പ്ലെയറിനെ ട്രേഡ് ഓഫ് ചെയ്യുന്നു. രണ്ട് പ്ലേയേഴ്സ് അവിടെ നോക്കെ. BNBക്ക് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. ആ ഒരു CM ഒരു കില്ലൂടെ സെക്യൂർ ചെയ്യാൻ നോക്കുന്നു. ഫ്ലഫി അവിടെ നോക്കായിട്ടുണ്ട്. EVX വേഴ്സസ് ഡെഞ്ചർ. EVX ഫിനിഷ് ആക്കി, ഫ്ലഫിയെ ഫിനിഷ് ആക്കി. ഇനി 2 പ്ലേയേഴ്സ് മാത്രമേ ഡെഞ്ചാറിന് ബാക്കിയുള്ളൂ. EVX അവിടെ ഒരു എടുക്കുന്നു. റിവൈവ് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് മിസ്സിന് പോയി. ആൻഡ് BNBയുടെ അടുത്ത് നോക്കു ഇടുന്നു. കോട്ട മുംബൈ CM ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്ലെയർ. ബാക്കിൽ നിന്നൊക്കെ സ്നൈപ്പർ ഷോട്ട്സ് വരുന്നുണ്ട്. ഈ ഒരു കില്ല് കൂടി എടുത്താൽ ഇല്ല, കില്ലെടുക്കാൻ പറ്റിയില്ല. BNBയിലെ ലാസ്റ്റ് മാൻ പിക്കാ പോയി അവിടെ ഒരു നല്ലൊരു ഫിനിഷ് എടുക്കുന്നു. CMനെ അവിടെ ഫിനിഷ് ചെയ്യുന്നു. ബ്ലൈൻഡ് റബൽ അവിടെ EVX പൂക്കിയെ തിരിച്ച് സ്നൈപ്പറിനെ അടിച്ചിടുന്നു. എന്റെ ടീമിനെ അടിച്ച ഞാനും തിരിച്ചടിക്കണമെന്ന് പറഞ്ഞ് റിക്കി ഗോഡ് വിത്ത് 7 ഫിനിഷസ്. റിക്കി ഗോഡ് വിത്ത് 7 കില്ല്. ഏറ്റവും കൂടുതൽ കില്ലെടുക്കുന്ന ആൾക്കും MVP-ക്കും പ്രൈസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ കില്ലെടുക്കുന്ന ആൾക്കും നമ്മുടെ ടൂർണമെന്റ് പ്രൈസ് ഉണ്ട്. TBS അവിടെ KP-യിൽ ഒരു പ്ലെയറിനെ അടിച്ചിടുന്നു, ഫിനിഷ് ഓഫ് ചെയ്യുന്നു. TBS ഒരു കില്ല് കൂടെ സെക്യൂർ ചെയ്യുന്നു. ഒരു കില്ലാണ് TBS സെക്യൂർ ചെയ്തിട്ടുള്ളത്. TBS 10 ടീം മാത്രം ബാക്കി. 34 പ്ലേയേഴ്സ് ഉണ്ട്. എല്ലായിടത്തും ഉള്ള ടോപ്പിൽ നിന്ന 2 ടീം, ഒരെണ്ണം നമ്മുടെ ദ സ്ക്വാഡ് കംപ്ലീറ്റ്ലി വൈപ്പായി. അതുപോലെ തന്നെ ടീം ഡെഞ്ചാർ നോക്കുകയാണെങ്കിൽ 2 പേര് മാത്രമേ ബാക്കിയുള്ളൂ. ഒരു സ്നൈപ്പർ ഷോട്ടിന് ട്രൈ ചെയ്യുന്നു. ആൻഡ് അവിടെ ഒരു വണ്ടി ഇടിച്ചൊരു നോക്കായി. TBS സ്വന്തം ടീമിനെ വണ്ടി ഇടിച്ച് നോക്കാക്കി. ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ ഇനി ഒരു റിവൈവ് അവിടെ നടക്കുന്ന കേസല്ല. സോ ഒരു ബിഗ് മിസ്റ്റേക്ക് ഫ്രം TBS. KP-യിലെ പ്ലേയേഴ്സിന് വണ്ടിയില്ല. ടർബോ അവിടെ ഇൻസ്റ്റന്റ് ആയിട്ട് റിവൈവ് ചെയ്യുന്നു. ആൻഡ് TVA ബോബോയ് ഇവിടെ നോക്കായിട്ടുണ്ട്. വള്ളി ടീം കളിച്ച് കയറി വരുന്നുണ്ട്. വള്ളി ടീം അവിടെ ഒരു കില്ല് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം നോക്കുന്നു. ഫുൾ സ്മോക്ക് ഒക്കെ. റിക്കി ഗോഡ് അടുത്ത പിക്ക് എടുക്കുന്നു. റിക്കി ഗോഡ് അവിടെ KP പാറ്റോ GG എടുക്കുന്നു. KMC കൊമ്പൻ കണ്ണാപ്പി അടിച്ചിടുന്നു. The ultimate rivalry. കൊമ്പൻ കണ്ണാപ്പി അടിച്ചിടുന്നു. കണ്ണാപ്പി നോക്കായി. കണ്ണാപ്പിയെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഫയർ ഫ്ലാങ്ക് TPA ആസറിനെ തിരിച്ചടിക്കുന്നു. പക്ഷെ നല്ലൊരു ടാഗ് കിട്ടിയായിരുന്നു. നല്ലൊരു റിട്ടേൺ നോക്കാണ് ഇവിടെ സൈഡിൽ നിന്ന് ഫയർ ഫ്ലാങ്ക് ചെയ്തു കൊടുത്തത്. ഓക്കെ, ജർമ്മൻ കണ്ണാപ്പിയെ TGയെ പുഷ് ചെയ്യുന്നു. ആ പേര് കണ്ടപ്പോൾ തന്നെ അവർക്ക് പുഷ് ചെയ്യാൻ മൂടായി. ഉക്കറൊക്കെ അവിടെ BNB നോക്കിടുന്നു. EVX പൂക്കി അവിടെ TBS ഒരു നോക്കിടുന്നു. KMC കൊമ്പൻ ഒരു നല്ല ടാഗ് കൊടുക്കുന്നത്. TGയെ നോക്കുകയാണെങ്കിൽ നല്ലൊരു പൊസിഷനിൽ നല്ല ഫോർമാൻ അലൈവായിട്ട് 4 പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. ഫയർ ഫ്ലാങ്ക് അവിടെ TPA ഫയർ ഫ്ലാങ്ക് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പക്ഷേ വള്ളി ടീമിന് അവരുടെ എടുക്കുന്ന കിൽസ് സെക്യൂർ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു പറഞ്ഞ് നാക്കെടുത്തതും. നല്ലൊരു ട്രേഡ് നമ്മുടെ ഡീമൻ അവിടെ ഫിനിഷ് ആക്കി. ഒരു ടീമിനെ അവിടെ വൈപ്പാക്കിയിരിക്കുന്നു. ടീം കാലാപ്പാനി എലിമിനേറ്റ് ആയി. വള്ളി ടീം വിത്ത് 5 കിൽസ്. എല്ലാവരും ഇവിടെ നോക്കുകയാണെങ്കിൽ ഡെഞ്ചാർ വിത്ത് 11 കില്ലും റിക്കി ഗോഡ് വിത്ത് 7 കില്ലും 11 കിൽസ് ആയിട്ട് ഡെഞ്ചാർ 2 പ്ലേയേഴ്സിനെ വെച്ച് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. റിക്കി ഗോഡിനെ അവിടെ കണ്ടു. റിക്കി ഗോഡിനെ നോക്കാക്കി. BNB ഒരു പ്ലെയറിനെ സ്പോട്ട് ചെയ്യാൻ പറ്റില്ല. ബ്ലൈൻഡ് റിബൽ ദ ലാസ്റ്റ് മാൻ. ബ്ലൈൻഡ് റിബലിന് അവിടെ എന്ത് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ബ്ലൈൻഡ് റിബൽ നല്ല ടാഗ് കൊടുത്തു. KMC കൊമ്പൻ അവിടെ നോക്കായി. 2 സൈഡിലും ഇവർക്ക് ഫൈറ്റ് ഉണ്ട്. സോ TGയുടെ കൊമ്പൻ അവിടെ നോക്കായി. കൊമ്പനെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. BNBക്ക് 2 സൈഡിൽ, ഒരു സൈഡിൽ ഡെഞ്ചാറും. നല്ലൊരു നോക്ക് ബൈ KMC വാസ്കോ അവിടെ നല്ലൊരു നോക്ക് ഇട്ടിട്ടുണ്ട്. TGക്ക് എല്ലാ സൈഡിൽ നിന്നും കൊമ്പൻ അവിടെ റിവൈവ് ആയിട്ടുണ്ട്. അഗൈൻ ബാക്ക് ടു 4 മാൻ. BNB പുഷ് ചെയ്ത് വരുന്നു. നല്ലൊരു നീഡ് കുക്ക് ചെയ്യുന്നുണ്ട്. നല്ലൊരു നീഡ് പോയി KMC വാസ്കോ. കിടിലൻ സെൻസിബിൾ ഗെയിം പ്ലേ. അവർ ആ ടീമിനെ അവിടെ വൈപ്പ് ചെയ്തിട്ടുണ്ട്. TGയുടെ സൈഡിൽ നിന്ന് ഒരു നല്ല പെർഫോമൻസ്. ഡെഞ്ചാറെ നോക്കുകയാണെങ്കിൽ ബ്ലൈൻഡ് റബൽ മാത്രം ബാക്കി. അവിടെ KMC കൊമ്പൻ, KMC ഉക്കറോക്കി അവിടെ ട്രിക്കി ഗോഡിനെ ഓൾറെഡി ഫിനിഷ് ആക്കിയായിരുന്നു. അതിന്റെ കിൽ ഫീഡ് ഇപ്പോഴാണ് വന്നത്. ശരിയായ കളി എല്ലാവരുടെയും സൈഡിൽ. EVX 4 കില്ലും 4 മാൻ. 7 ടീം മാത്രം ബാക്കി. 18
പ്ലേയേഴ്സ് എലൈവ് ആണ്. EVX വിത്ത് 4 man, TGA വിത്ത് 4 man. അങ്ങനെ നോക്കുക കുറെ ഈ ടീമുകളൊക്കെ കുറച്ച് നല്ല പൊസിഷനും പോയിന്റും എല്ലാം സെക്യൂർ കളിക്കുന്നത്. EVX സ്പോട്ട് ചെയ്തിട്ടില്ല. അത് EVX ഒന്ന് സെക്യൂർ. EVX അവിടെ ബ്ലൈൻഡ് റിബലിനെ ഡെഞ്ചാർ അവിടെ എലിമിനേറ്റ് ആവുന്നു. EVX ഡെഞ്ചാറിനെ എലിമിനേറ്റ് ആക്കുന്നു. EVX വിത്ത് 7 kills. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് EVX ഒരു രക്ഷയില്ലാത്ത കളി കളിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ KMC വാസ്കോ DRS ഫിൻസോ വൈറ്റിയെ അവിടെ ഫിനിഷ് ആക്കുന്നു. ആൻഡ് 5 ടീം മാത്രം ബാക്കി. 14 പേര് ലൈവ്. 5 ടീം മാത്രം ബാക്കി. BTS വള്ളി ടീംസിന്റെ ഫയർ ഫ്ലാങ്കിനെ സോണിലേക്ക് കയറ്റാൻ പോലും സമ്മതിക്കുന്നില്ല. TGയുടെ സൈഡിൽ നിന്ന് ഒരു നല്ല കംബാക്ക്. നല്ലൊരു കംബാക്ക് എന്ന് പറയണം. 9 കില്ല് കഴിഞ്ഞ കളി അവർക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും TGയുടെ കംബാക്ക്. ഇവരൊന്നും വലുതായിട്ട് ഈ PUBG PC ഒന്നും ഗ്രൈൻഡ് ചെയ്യാത്ത ടീമാണ്. ഒരുപാട് സമയം ഇവരൊക്കെ RPയിൽ സ്പെൻഡ് ചെയ്യുന്നവരാണ്. അവരുടെയൊക്കെ സൈഡിൽ നിന്ന് ഇത്രയും കിടിലം പെർഫോമൻസ് കാണുക എന്ന് പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. വെരി വെൽ പ്ലേഡ്. എല്ലാ ടീംസും നല്ല രീതിയിൽ ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ നമ്മൾ കാണുന്ന അവിടെ നോക്കുകയാണെങ്കിൽ EVX സൈഡിൽ നിന്ന് അടുത്തൊരു പിക്ക് ഡെഞ്ചാറിലെ ഡീമനെ EVX ഫിനിഷ് ചെയ്യുന്നു. EVXൽ 2 പേര് സ്നൈപ്പറാണ് കളിക്കുന്നത്. ഒരാൾ നോക്കിടുന്നു, ഒരാൾ ഫിനിഷ് ചെയ്യുന്നു. EVX സെക്യൂറിങ് 8 kills. 5 ടീം മാത്രം ബാക്കി. 13 പേര് ലൈവ്. എന്റെ അമ്മോ, വണ്ടിക്കകത്ത് കേറിയത് മാത്രമേ ഓർമ്മയുള്ളൂ. DRSലെ ടർബോയ്ക്ക്. മനാ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 5 Eagle Gaming മെമ്പർഷിപ്പ് ഗിഫ്റ്റ്. TGA ഉക്കർ റോക്കി അവിടെ EVXലെ ഒരു പ്ലെയറിനെ നോക്കാക്കുന്നു. അതുപോലെ KMC നിക്കിയും തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ടും നോക്കാക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാക്കുന്നു. EVXൽ ഒരു പ്ലെയർ നോക്കട്ടെ. സോൺ ഔട്ടിയിലൂടെ കയറി വന്ന് അവർക്ക് സോൺ. വള്ളി ടീംസിന് ഇപ്പോഴും സോൺ ഉണ്ട്. വള്ളി ടീംസ് സോണിൽ നല്ലൊരു പൊസിഷൻ എടുത്ത് കളിക്കുന്നുണ്ട്. ഒരു ബുള്ളറ്റൂടെ കൊള്ളിക്കാൻ KMC വാസ്കോടെ EVX നോക്കാക്കുന്നു. തൊട്ടടുത്തെത്തി കണ്ടില്ല, ആ സൗണ്ട് കേട്ടില്ല. ഇൻസ്റ്റന്റ് ഫിനിഷ് ചെയ്യുന്നു. EVX 10 കില്ല് സെക്യൂർ ചെയ്യുന്നു. 2 പേര് മാത്രം ബാക്കി. EVXൽ 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. EVX TGയിലെ അവസാനത്തെ പ്ലെയർ മാത്രം ബാക്കി. എല്ലാ കില്ലും സെക്യൂർ ചെയ്യുന്നുണ്ട് നമ്മുടെ EVX. ഇവിടെ വിഷയം അഗ്രസീവും എല്ലാ രീതിയിലത്തെ ഗെയിം പ്ലേ EVXന്റെ സൈഡിൽ നമുക്ക് കാണാം. 12 കില്ല് EVX സെക്യൂർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. ജർമ്മൻ കണ്ണാപ്പി ഇതൊരു PC ചെക്കിലെ ഇത് അവസാനിക്കുകയുള്ളൂ. അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഇത് കഴിഞ്ഞിട്ട്. ജർമ്മൻ കണ്ണാപ്പി 2 കില്ല്. ഇത് വള്ളി ടീം വിത്ത് 6 kills. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് വള്ളി ടീംസിന്റെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നു. എല്ലാവരും TGയിലെ KMC ഉക്കർ റോക്കി മാത്രം ബാക്കി. സോ പൊസിഷൻ 9 കില്ല് ഓൾറെഡി അവർ സെക്യൂർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ സ്പോട്ട് ചെയ്തിട്ടില്ല. 3 ടീം മാത്രം ബാക്കി. EVX വിത്ത് 4 man, വള്ളി ടീം വിത്ത് 3 man, TGA വിത്ത് 1 man ആണ് കറന്റ് നടക്കുന്നത്. EVX അവിടെ അടുത്ത കില്ലും. EVX ഫയർ ഫ്ലാങ്ക് അവിടെ EVXൽ ഒരാളെ നോക്കാക്കി. ഫയർ ഫ്ലാങ്ക് ഒരു 3v3 സിറ്റുവേഷൻ ആയിരിക്കുന്നു. വീണ്ടും അവർക്കത് റെസ്റ്റ് ചെയ്യാൻ പറ്റിയാലോ. തിരിച്ച് ജർമ്മൻ കണ്ണാപ്പിക്ക് നല്ലൊരു അടി കിട്ടി. തല തെറിച്ചു പോയി. ഹെൽമെറ്റ് വണ്ടിയുടെ ബാക്കിലോട്ട് തെറിച്ചു വീഴുന്നതാണ് നമ്മൾ കണ്ടത്. ആൻഡ് സോണിൽ നല്ലൊരു പൊസിഷൻ ഉണ്ട്. രണ്ടുപേർക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കിനെ സോണിന്റെ ഒരു ഇത് അങ്ങോട്ട് പോകുന്നു. ഫയർ ഫ്ലാങ്ക് ഷൂട്ടർ. പക്ഷേ കിടിലം ഒരു ഷോട്ട് തിരിച്ച് അങ്ങോട്ടും കിട്ടി. അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ട്രേഡ് ഓഫ് ആവുകയാണ്. ഒരു ഫൈനൽ ഫൈറ്റ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. വള്ളി ടീം വേഴ്സസ് EVX ആണ് നമ്മൾ കാണാൻ പോണത്. വള്ളി ടീമിലെ 4 പേരും അതുപോലെ തന്നെ വള്ളി ടീമിലെ 3 പേരും അതുപോലെ EVXലെ 4 പേരും തന്നെ ഫയർ ഫ്ലാങ്ക് ഹീല് പോലും ചെയ്യാതെ വീണ്ടും അവിടെ നിന്ന് ഫൈറ്റ് എടുത്താണ്. എഗെയിൻ ഒരു നോക്ക് വീണു. ഈ ഒരു ടൈം അവർ മുതലാക്കുവാണെന്ന് നമുക്ക് നോക്കി നോക്കാം. പക്ഷേ സോണിലാണ് EVX കറന്റ് ഉള്ളത്. സോണിന്റെ വെളിയിലോട്ട് അൺവാണ്ടഡ് ആയിട്ട് അവർക്ക് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് ഇതുവരെ പ്രോപ്പർ അവർക്ക് എല്ലാവർക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു പൊസിഷൻ കിട്ടാത്തതിന്റെ ഒരു ഇതുകൊണ്ട് നമുക്ക് നോക്കി നോക്കാം. EVX ആയിരിക്കോ വള്ളി ടീംസ് ആയിരിക്കോ ഇത് കൊണ്ടുവന്ന് നമുക്ക് നോക്കാം. അടുത്ത 2 മാച്ചും പടപടെ തീരും. കാരണം ചെറിയ മാപ്പാണ്, ഇത്രയും ടൈം ഉണ്ടാവില്ല. സോ EVX PC ചെക്ക് ബ്രോ. പ്ലേയേഴ്സ് ആരെങ്കിലും കംപ്ലൈന്റ് പറയുവാണെങ്കിൽ അവരുടെ POVs നമ്മൾ ചെക്ക് ചെയ്യും. EVXന്റെ കളിയൊന്നും കണ്ടിട്ട് ഒരു സസ്സും തോന്നുന്നില്ല. അവർ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് പയ്യെ മര്യാദയ്ക്കാണ് കളിക്കുന്നത്. മനസ്സിലായോ?
അല്ലാതെ അത് encrypted ചെയ്ത് കളയാൻ ഒരു സസ്സും ഇതുവരെ സ്പെക്ക് ചെയ്തതിൽ നമുക്കറിയാം. കോച്ച് എന്തെങ്കിലും സസ് വന്നിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ഇല്ല സസ് ഉണ്ടെങ്കിൽ അപ്പൊ പിടിക്കും ആ അണ്ണാ. പിടിക്കും. ഇത് അതാ പറഞ്ഞേ, ഇതിൽ അങ്ങനെ ഒന്നും ഇട്ട് നടക്കല്ലേ? കളിക്കാൻ പറ്റൂല ഗൈസ്. ഇതിൽ എന്ത് ടൂൾ ഇട്ടാലും അത് പിടിക്കും. ഇതിൽ എന്ത് ടൂൾ ഇട്ടാലും പിടിക്കും. ഞാൻ നിങ്ങളുടെ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് നടത്തുന്ന ഒരു ലോക്കൽ ഹോസ്റ്റലല്ല. EVXന്റെ സൈഡിൽ നിന്നൊന്നും അങ്ങനെ ഒന്നും നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനകത്ത് പ്ലേയേഴ്സ് കംപ്ലൈന്റ് പറയുവാണെങ്കിൽ നമ്മൾ PC ചെക്ക് നോക്കും. അല്ലാതെ വേറെ ഒന്നും ഇതുവരെ സസ്സായിട്ട് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. വി ആർ ഗോയിങ് ടു ദ ഫൈനൽ ഫൈറ്റ് ബിറ്റ്വീൻ EVX ആൻഡ് വള്ളി ടീംസ്. 4 vs 3 സിറ്റുവേഷൻ. രണ്ട് ടീമും നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് കളിക്കുന്നുണ്ട്. ഇനി സ്മോക്ക് ഇട്ട് കയറുക എന്നുള്ള ഒരു ഷോട്ടിന് ബോബോയ് അവിടെ ട്രൈ ചെയ്തു, ഒന്നും നടന്നില്ല. പക്ഷേ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ബോബോയും കണ്ണാപ്പിയൊക്കെ വളരെ തമാശയായിട്ട് കളിക്കുന്ന ഒരു ഗെയിമിൽ അവർ ഒരു സ്കോഡ് വെച്ച് ഇവിടെ വരെ എത്തിയത് തന്നെ വലിയൊരു കാര്യമാണ്. ഇറ്റ്സ് ഓക്കെ, സോൺ ഡിസഡ്വാൻറ്റേജ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ EVXന്റെ പെർഫോമൻസ് പറയാതിരിക്കാൻ വയ്യ. EVX ഫിനിഷിംഗ് ഓഫ് ദ സെക്കൻഡ് ഗെയിം വിത്ത് 16 kills, 2059 ഡാമേജും 7 അസിസ്റ്റും ആണ് വന്നിരിക്കുന്നത്. അത് ഡെഞ്ചാറിന്റെ അല്ലേ 7 അസിസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഡെഞ്ചാറാണ്, ടീം ഡെഞ്ചാർ. EVX ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് അടിക്കണം പ്ലീസ്. നോക്കുകയാണെങ്കിൽ 16 കില്ലും സ്ക്രീൻഷോട്ട് എടുത്തുകൂടാ. 16 കില്ലും 10 കിൽ പോയിന്റും ആയിട്ട്, അല്ല 10 പൊസിഷൻ പോയിന്റും